നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായും ദൈവസാന്നിധ്യത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന, ദിനംതോറും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി അടികൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഒരു വിശുദ്ധ ദിനം കൂടി കാണുവാനും അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അടിയങ്ങളെ അവിടുന്ന് ഒരുക്കിയല്ലോ. കർത്താവെ, അങ്ങേ ആരാധിക്കുവാൻ അടിയങ്ങളെ ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തേണമേ. ഈ ആരാധനയിലുള്ള നീളം ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് അടിയങ്ങളെ ബലപ്പെടുത്തേണമേ. ദൈവമായ കർത്താവെ, പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ധ്യാനിപ്പാനും കർത്താവെ അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. എവിടെയെല്ലാം ഇരുന്ന് ഈ ആരാധനയിൽ നിന്റെ മക്കളെ ഭാഗവാക്കുകളാകുന്നുവോ, കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ കുഞ്ഞുങ്ങളോട് കൂടി ഇരിക്കണമേ. അവിടുത്തെ കൃപ നിങ്ങളിൽ നിന്റെ മക്കളിൽ പകരണമേ. ഈ ആരാധന നിന്റെ മക്കളുടെ ജീവിതത്തിന് അനുഗ്രഹവും ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യവുമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. നന്മകളാൽ നിറയ്ക്കുകയും മാനവും മഹത്വം എടുക്കുകയും ചെയ്യണമേ. പുത്രന്റെ ഏറ്റവും വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 37-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 37. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. രണ്ടാമത്തെ സ്തുതിരിത്താനി. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ.
അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരു മുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നാം ഇരിക്കുന്നിടത്ത് നമ്മുടെ തലകളെ വണക്കി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ വിനയത്തോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആളുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 7-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിപ്പിക്കും. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ
രണ്ടാം മാസം 17-ാം തീയതി അന്നു തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്നു തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേമും ഹാമും യാഫെത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്ത് ഇഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. ജീവശ്വാസമുള്ള സർവ്വജടത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്തു കടന്നവ സർവ്വജടത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി നിലത്തുനിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിന് കീഴെ എങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവരോട് കൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. പ്രത്യേക സങ്കീർത്തനം 29-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പാഠം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പി. റോമർ 6-1 മുതൽ 14 വരെ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിനോ അടിമപ്പെടാതവണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കുകയില്ല. മരണത്തിനും അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്.
നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ ഭാഗിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നാം തിരുവചനം ധ്യാനിക്കുന്നതിന് മുൻപായി കീർത്തനങ്ങളിൽ 315-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 315. So
പ്രാർത്ഥിക്കാം. ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ദിനംതോറും കഴുകി ഞങ്ങളെ വെടിപ്പാക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ തിരുവചനം ധ്യാനിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, വിശുദ്ധ സ്നാന ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിപ്പാനായി കർത്താവെ നിങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവമേ, നിന്റെ ആലോചനയും ഹിതവും ഞങ്ങളോട് കൂടെ ഇരിക്കുകയാണ്. കർത്താവെ, വീണ്ടും വണ്ണം ഞങ്ങളേറ്റതായിരിക്കുന്ന തിരുസ്നാനത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് കർത്താവെ, നിനക്ക് വേണ്ടി ക്രൂശൻ പോരാളികളായി നിലനിൽക്കുവാനായിട്ട് നീ അടിയങ്ങളെ സഹായിക്കണം. കർത്താവെ, അവിടുത്തെ മുദ്രയാകുന്നുവല്ലോ, അതിലൂടെ കർത്താവെ അടയാളമായി ഞങ്ങൾ സ്വീകരിച്ചു. കർത്താവെ, അത് ഓർക്കുവാനും അതിൻ്റെ കർത്താവെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാനും നീ അടിയങ്ങളെ ബലപ്പെടുത്തണം. വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെല്ലാവരെയും വളരെ ആദരവോടുകൂടി അറിയിക്കുന്നു. വീണ്ടും ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ, ഇപ്രകാരമുള്ള ഒരു ക്രമീകരണത്തിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യും. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഈ ശുശ്രൂഷയിലേക്കും, ഈ വചന ശുശ്രൂഷയിലേക്കും, ഇന്നത്തെ ആരാധനയിലേക്കും സ്വാഗതം ചെയ്യുകയും ചെയ്യും. നാം ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി ചിന്തിക്കുന്ന വിഷയം സ്നാനം, ക്രിസ്തുവിനോട് കൂടെ ഉള്ള മരണവും ഉയർപ്പും എന്നുള്ളതാണ്. ബാപ്റ്റിസം, ഡൈയിങ് ആൻഡ് റൈസിങ് അപ്പ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണ്. നാം വായിച്ച വേദഭാഗങ്ങൾ അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഭാഗങ്ങളാകുന്നു. സ്നാനം അല്ലെങ്കിൽ മാമോദീസ എന്നൊക്കെ നാം പറയാറുണ്ട്. സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം, ബാപ്റ്റിസോ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാകുന്നു ബാപ്റ്റിസം. അതിന് മുങ്ങുക, തെളിക്കുക എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. സ്നാനം എന്ന് പറയുന്ന ഒരു കൂദാശ. കൂദാശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ സാക്രമെന്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അടയാളം എന്നാണ്. സാക്രമെന്റം എന്നുള്ള പദത്തിൽ നിന്നാണ് സാക്രമെന്റ് എന്ന പദം ഉണ്ടായത്. റോമൻ പട്ടാളക്കാർ അവരുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എടുക്കുന്ന ഒരു ഉടമ്പടിക്കാണ് സാക്രമെന്റം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സക്രമെന്റ് ആ നിലയിൽ ഒരു ഉടമ്പടിയും കൂടെ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ട് സക്രമെന്റാണ് നമ്മുടെ സഭ ആധികാരികമായി സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന് ബാപ്റ്റിസം അഥവാ സ്നാനം, മറ്റൊന്ന് തിരുവത്താഴ്. ഇത് രണ്ടും ക്രിസ്തു നേരിട്ട് സ്ഥാപിച്ച ആയതുകൊണ്ടാകുന്നു നാം അതിനെ അപ്രകാരം അനുഷ്ഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സ്നാനം എന്ന് പറയുന്നത് ഒരിക്കലായി ചെയ്യുന്നതും തിരുവത്താഴം ആവർത്തിക്കപ്പെടുന്നതുമാകും. ചിലരെയൊക്കെ സംബന്ധിച്ച് സ്നാനവും ആവർത്തിക്കും. എത്ര സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാം, എങ്ങനെ സ്നാനപ്പെട്ടാൽ, എവിടെ സ്നാനപ്പെട്ടാൽ എന്നൊക്കെ വിചാരിച്ച് വെറും ഈ സ്നാന ശുശ്രൂഷയെ ഒരു പ്ലവമായി മാത്രം ചിന്തിക്കുന്ന ആളുകൾ ക്രിസ്തീയ മണ്ഡലങ്ങളിലുണ്ട്, ക്രിസ്തീയ സഭകളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കും. അത് സ്നാനത്തിൻ്റെ വാസ്തവത്തിലുള്ള അർത്ഥം എന്താകുന്നു എന്ന് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ചെയ്യുന്നത്. അനേക ആളുകൾക്കും അതിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാകുന്നു ഉപരിപ്ലവമായിട്ടുള്ള പ്രായത്തിൻ്റെയും അതുപോലെ മറ്റുള്ള സാഹചര്യങ്ങളുടെയും ഒക്കെ സമ്മർദ്ദം കൊണ്ട് ഈ ശുശ്രൂഷയെ നോക്കിക്കാണുന്നത് എന്ന് നാം ഓർക്കണം. സ്നാനം പലപ്പോഴും ഒരു വിവാദ വിഷയമാക്കുകയാണ്. വിവാദ വിഷയമല്ല, എന്നാൽ അതിനെ ഒരു വലിയ വിവാദമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ എന്താണ് സ്നാനം എന്നുള്ളത് ആഴമായ അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്നാനം എന്ന വാക്കിന് കുളി എന്ന് നമുക്ക് പറയാം. കുളി എന്നുള്ള അർത്ഥമുണ്ട്. ആചാരപരമായ സ്നാനം, ആചാരപരമായ കുളി എന്നൊക്കെ അതിന് അർത്ഥം കൊടുക്കുവാനായിട്ട് സാധിക്കും. സ്നാനം ക്രിസ്തീയ സഭയിൽ മാത്രമല്ല ഉള്ളത് എന്ന് നാം ഓർക്കണം.
സ്നാനം യഹൂദ മതത്തിലുണ്ടായിരുന്നു. മറ്റ് പല പുരാതന മതങ്ങളിലും സ്നാനം നിലനിന്നിരുന്നതായിട്ട് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് വിവിധ സ്നാനങ്ങൾ എന്ന് പറയുന്നു. യേശു കർത്താവിന് മുമ്പും സ്നാനമുണ്ടായിരുന്നു. യഹൂദ മതത്തിൽ ഒരു വിശ്വാസി ഒരു പുറജാതിയിൽ നിന്ന് വരുമ്പോൾ അവനെ സ്നാനപ്പെടുത്തിയായിരുന്നു മതത്തിലേക്ക് ചേർത്തിരുന്നത്. അതോടൊപ്പം തന്നെ പരിച്ഛേദനയും കഴിപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള തർക്കങ്ങൾ ഉളവായത്. അതായത് പുതുതായി വിശ്വാസത്തിലേക്ക് വന്ന സഭയിലേക്ക് ചേർന്ന ആളുകൾ സ്നാനപ്പെട്ട് സഭയിലേക്ക് ചേർന്നപ്പോൾ യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ പറഞ്ഞു അവരെ പരിച്ഛേദനയും കൂടി ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത് പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല കാര്യം, പുതിയ സൃഷ്ടി അത്രേ കാര്യം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്തതിന് അമിത പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന രീതി അന്നും ഇന്നും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ച സ്നാനത്തെക്കുറിച്ച് നാം വായിക്കുന്നു. അത് മാനസാന്തര സ്നാനമായിരുന്നു. യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള സ്നാനമായിരുന്നു, മാനസാന്തര സ്നാനമായിരുന്നു. അതോടൊപ്പം തന്നെ യോഹന്നാന്റെ ശിഷ്യ സമൂഹത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരു മുഖാന്തരമായിരുന്നു നാം ഓർക്കണം. അതുകൊണ്ട് അനേകം ഗുരുക്കന്മാർ അവരെ ശിഷ്യന്മാരെ സ്നാനം കൊടുത്തായിരുന്നു അവരെ ശിഷ്യന്മാരാക്കിയിരുന്നത് എന്ന് നാം ഓർക്കണം. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ചെറിയ സമയത്തിനുള്ളിൽ പറയുവാൻ സ്നാനത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് സ്നാനം ഒരു കൽപ്പനയാണ്. ഇറ്റ്സ് എ കമൻമെന്റ്. യേശു കർത്താവിന്റെ അന്ത്യ പ്രഖ്യാപനത്തിൽ കർത്താവ് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന് 20-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചും കൊണ്ട് സകല മനുഷ്യരെയും ശിഷ്യരാക്കിക്കൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 2-3 കൂട്ടം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാമത് തൃത്വനാമത്തിലായിരിക്കണം സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. രണ്ടാമത് സ്നാനപ്പെടുത്തിയവരെ ഉപദേശിക്കണം. ഉപദേശത്തിന് ശേഷം ശിഷ്യത്വം അവർക്ക് നൽകണം. അതാണ് ഒരു ക്രമമാണ്. ഒന്നാമത് സ്നാനം, രണ്ടാമത് ഉപദേശം, മൂന്നാമത് ശിഷ്യത്വം. നമ്മളതാ ചെയ്യുന്നത്. കാലാകാലങ്ങളായി ക്രൈസ്തവ സഭ ചെയ്യുന്ന സമ്പ്രദായം അതാണ്. നമുക്ക് ക്രിസ്തീയ സഭയിൽ ക്രിസ്തീയ വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ അവരെ വിശ്വാസ സമൂഹത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് മാതാപിതാക്കന്മാര് ഉടമ്പടി ചെയ്ത് ആ കുഞ്ഞിനെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഭാഗമായി സ്നാനപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറയുന്നത് കുഞ്ഞുങ്ങളെ സഭയുടെ മടിത്തട്ടിൽ നാം കിടത്തുന്നു എന്നാണ് സ്നാനത്തെക്കുറിച്ച്. അപ്പോൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാക്കുകയാണ്. നാം വായിച്ച ലേഖന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നവിടെ പറയുന്നു. പാപം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സാധ്യമല്ല. അതാണ് അവിടെ പൗലോസ് പറയുന്നത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ഇനി പാപത്തിൽ ജീവിക്കാനായിട്ട് കഴിയുകയില്ല, പാപം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കാരണം ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നു, ക്രിസ്തുവിനോട് നാം ചേർന്ന് കഴിഞ്ഞു എന്നുള്ള അർത്ഥമാകുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന് 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നവിടെ പൗലോസ് ഗലാത്യ സഭയോട് പറയുകയാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നതാകുന്നു സ്നാനം. അത് വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല. ചെറിയവർക്ക് ക്രിസ്തുവിനോട് ചേർന്നുകൂടാ എന്നില്ല. ചെറിയവരെ മാറ്റി നിർത്തിയപ്പോൾ, ശിഷ്യന്മാർ മാറ്റി നിർത്തിയപ്പോൾ യേശു പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാനായിട്ട് വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു എന്ന് വലിയ ഒരു ദൈവശാസ്ത്ര പ്രഖ്യാപനം യേശു ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ നിങ്ങൾ തടയരുതേ. അവരെ യേശു സ്നാനപ്പെടുത്താൻ അതൊന്നും പറയുന്നില്ല. അവരെ മാറോടണച്ചു, അവരെ സ്വീകരിച്ചു. അത് മതി, അത്രയും മതി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തുവാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു പ്രതിവാദമാക്കേണ്ട വിഷയമല്ല. സ്നാനം ക്രിസ്തുവിനോടുകൂടെയുള്ള മരണവും ക്രിസ്തുവിനോടുകൂടെ ഉള്ള ഉയർപ്പുമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അതുകൊണ്ട് തർക്കവിതർക്കങ്ങളിലേക്കൊന്നും പോകാനായിട്ട് നമുക്ക് ആവശ്യമില്ല. സ്നാനം എന്താ? ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. ക്രിസ്തുവിനോട് ചേരുന്നതിൻ്റെ അടയാളമാണ് സ്നാനം എന്ന് അവിടെ ഓർക്കുകയാണ്. രണ്ടാമതായിട്ട് ബാപ്റ്റിസം
ദ സിംബൽ ഓഫ് ഫോർഗീവ്നെസ് ഓഫ് സിൻസ് എന്ന് വായിക്കുക. പാപമോചനത്തിന്റെ അടയാളമായിട്ട് സ്നാനത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്നോ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും, എന്നാൽ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുമെന്നൊക്കെ അവിടെ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപങ്ങളുടെ മോചനത്തിന്റെ ഒരു സിംബലായിട്ട്, ഒരു സൈനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. സ്നാനപ്പെടാത്തവർക്കും പാപത്തിന്റെ മോചനം കൊടുത്തതായിട്ടൊക്കെ നാം വായിക്കുന്നുണ്ട്. കാരണം അവിടെ എന്താണ് നാം മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവ കൃപയുടെ വ്യാപാരമാണ് പ്രധാനം. സ്നാനപ്പെടുത്തുന്ന വ്യക്തിയോ പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ പെടുന്ന വെള്ളത്തിന്റെ അളവോ അതിന്റെ സാഹചര്യങ്ങളോ ചെയ്യുന്ന രീതിയോ അല്ല പ്രധാനം, എന്നാൽ പകരപ്പെടുന്ന ദൈവകൃപയാണ്. അതാണ് കൂദാശ എന്ന് പറയുമ്പോൾ അർത്ഥം നാം കൽപ്പിക്കുന്നത്, അർത്ഥം നാം പറയുന്നത് എന്താണ്? അകമേ പകരപ്പെടുന്ന ദൈവകൃപയുടെ പുറമേയുള്ള അടയാളം എന്നാണ്. അപ്പോൾ പുറമേയുള്ളൊരു അടയാളമാണ് സ്നാനം. എന്നാൽ അകമേ പകരപ്പെടുന്ന ദൈവകൃപയ്ക്കാ പ്രാധാന്യം. കൃപയാണ് അവിടെ വലുത്. ദൈവത്തിന്റെ കൃപയാണ് അവിടെ ശ്രേഷ്ഠമായിരിക്കുന്നത്. അല്ലാതെ ഞാൻ പ്രായമായി അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയായി ഞാൻ പോയി സ്നാനപ്പെട്ടു എന്ന് പറയുന്നതല്ല അവിടെ വലുത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാണ് അവിടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ കൃപയാകുന്നു, ദാനമാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ലേഖനം 2-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്കാണ് പ്രാധാന്യമെന്ന് നാം ഓർക്കും. മൂന്നാമതായിട്ട് പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ നാം വായിക്കുന്ന ബാപ്റ്റിസം, ദ സിംബൽ ഓഫ് ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗം അതാണല്ലോ നമ്മോട് പറയുന്നത്. റോമാലേഖനത്തിൽ നാം അതാകുന്നു വായിച്ചത്. അതുകൊണ്ട് സ്നാനപ്പെടുന്നവര് ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിലുള്ള പങ്കാളിത്തമാണ് സ്നാനം. പ്രിയമുള്ളവരെ, നാം ഓർക്കണം, ഒരു സഭയുടെ രജിസ്റ്ററിൽ പേര് വരാനല്ല, ഒരു സഭയുടെ അംഗമായി തീരുക എന്നുള്ളതിനേക്കാൾ ഉപരിയായ ഒരു അർത്ഥം സ്നാനത്തിനുണ്ട്. അതെന്താണ്? ക്രിസ്തുവിന്റെ മരണത്തിലുള്ള പങ്കാളിത്തം. യേശു പറയുന്നുണ്ടല്ലോ, എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്. തന്റെ മരണത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുന്നത് വരെ ഞാൻ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതുകൊണ്ട് നാം ക്രിസ്തീയ സ്നാനം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ അതിനുള്ള അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള, മരണത്തോടുള്ള ആ പങ്കാളിത്തമാണ്, ആ കൂട്ടായ്മയാണ് എന്ന് നാം കൃത്യമായിട്ടും ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാപ്റ്റിസം, ദ സിംബൽ ഓഫ് ഗുഡ് കോൺഷ്യസ് ടു ഗോഡ്. ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. അതാ ഇവിടെ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ, സ്നാനമോ ഇപ്പോൾ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്ക് അത്രേ ആകുന്നു എന്നവിടെ വായിക്കുക. അപ്പൊ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി, എങ്ങനെയാണ് നല്ല മനസ്സാക്ഷി ഉണ്ടാകുക? ദൈവസന്നിധിയിൽ നിരപ്പാകുമ്പോഴാണ്, നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നല്ല മനസ്സാക്ഷി. എങ്ങനെയാണ് ഈ ലോകത്തെ ക്രിസ്തു ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തെ നിരപ്പിച്ചതെന്ന് ചോദിച്ചാൽ, തൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ തൻ്റെ ജീവനെ നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ താൻ മരണത്തിന് തന്നെ ഏൽപ്പിച്ചുകൊണ്ടാകുന്നു ഈ ലോകത്തെ ദൈവവുമായിട്ട് നിരപ്പിക്കുന്നത്. അതുപോലെ മനുഷ്യരായിട്ടുള്ള നാം നമുക്ക് വേണ്ടി മരിച്ച കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്ന ഒരു നല്ല മനസാക്ഷി നമുക്കുണ്ടാവുകയാണ്, ഒരു കുറ്റമറ്റ മനസാക്ഷി നമുക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് ഒരു കുറ്റമറ്റ മനസാക്ഷിയുടെ, ഒരു നല്ല മനസാക്ഷിയുടെ അടയാളമാകുന്നു സ്നാനമെന്ന് ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ചിന്ത, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിന്റെ അടയാളമാണ്. ദ സിംബൽ ഓഫ് പുട്ട് ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ധരിക്കുക, വസ്ത്രം ധരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിൽ വസിക്കുക. ക്രിസ്തുവിനെ നാം ധരിക്കുമ്പോൾ പുറത്തുള്ളവർ കാണുന്നത് നമ്മയല്ല, ക്രിസ്തുവിനെയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ മരിച്ച് എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. സ്നാനത്തിന്റെ അർത്ഥം നോക്കുക, വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് നാം സ്നാനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നാം പെടുന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. നാം ക്രിസ്തുവിനെ ധരിക്കുന്നതായിട്ടുള്ളൊരു അനുഭവമാണ്.
അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ മരിച്ചു, നമ്മുടെ ഐഡന്റിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്, നമ്മുടെ സ്വത്വം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മാത്രമേ ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഇവിടെ വായിച്ച സുവിശേഷ വേദഭാഗം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ യേശു കർത്താവ് താൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നു എന്നറിഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ ഇവിടെ പെരുന്നാളിൽ വന്നതായിട്ടുള്ള യവനന്മാര് അവിടെ ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും ഒക്കെ പറയുകയാണ്, യജമാനന്മാരെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാനായിട്ട് താല്പര്യമുണ്ട്. ഈ കാര്യം ചെന്ന് യേശു കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറയുന്നതാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്താണ് ഗോതമ്പ് മണി? എന്താണ് ചാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിളവുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഗോതമ്പ് മണി എന്ന് പറയുന്നത് ഈ ലോക ജീവിതമാണ്. അതിന് താഴോട്ടത് വായിക്കുന്നുണ്ട്, നാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഗോതമ്പ് മണി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതമാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയായി തീരുകയാണ്, അത് ശൂന്യമായി തീരുകയാണ്. ഇല്ലാതെയായി തീരുന്നു എന്ന് പറയുമ്പോൾ അത് ഒന്നുമില്ലാതെയായി മാറുന്നുവെന്നല്ല, അതില്ലാതെയായി തീരുമ്പോൾ അവിടെ ചെടി അവിടെ ഉണ്ടാവുകയാണ്, ഗോതമ്പ് അവിടെ വിളയുകയാണ്, വലിയ വിളവ് അവിടെ ഉണ്ടാവുകയാണ്. ചത്തില്ല എങ്കിൽ ആ വിളവുണ്ടാകുന്നില്ല. അതുകൊണ്ട് യേശുവിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ അവൻ മരിക്കുകയാണ്, ക്രിസ്തുവിൽ അവൻ മറഞ്ഞിരിക്കുകയാണ്. അവന്റെ ജീവൻ, അവന്റെ ജീവിതം അവൻ ക്രിസ്തുവിനായി സമർപ്പിക്കുകയാണ്. ഒരു സമർപ്പണമാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൽ ഒരു വ്യക്തി ആയിത്തീരുമ്പോൾ പിന്നെ അവൻ നിത്യജീവനായിട്ട് അവൻ ഉയർക്കുകയാണ്. അതാണ് വിളവെന്ന് പറയുന്നത്. വിളവ് നിത്യജീവനെ സൂചിപ്പിക്കുകയാണ്. മരണം ഇവിടെ ക്രിസ്തുവിലായിത്തീരുന്നതായ അനുഭവമാണ്. അവന്റെ പാപത്തിൽ മരിച്ച് അവൻ നീതിക്ക് വേണ്ടി ജീവിക്കുകയാണ്, അല്ലെ ക്രിസ്തുവിലായിരിക്കുകയാണ്. അവന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കും, ക്രിസ്ത്യൻ ബാപ്റ്റിസം ഈസ് എ കോൾ ടു സഫറിംഗ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ഒപ്പം കഷ്ടം സഹിക്കുവാനായിട്ടൊരു വിളിയാണ്. അത് ഏറ്റവും അന്വർത്ഥമായിരിക്കുന്ന ഒരു കാലഘട്ടമാകുന്നു ഇത്. മരണത്തിൻ്റെ വലിയ കാലൊച്ച കേൾക്കുമ്പോൾ, മരണത്തിൻ്റെ വലിയ പിടിമുറുക്കം മനുഷ്യ സമൂഹത്തിന്മേൽ ഇങ്ങനെ കരാള ഹസ്തവുമായി നിൽക്കുമ്പോൾ ഇവിടെ ഈ സ്നാനത്തിൻ്റെ അർത്ഥം വളരെ പ്രസക്തമാകുകയാണ്. സ്നാനത്തിൻ്റെ ആ മാനം വളരെ അർത്ഥവത്തായിട്ട് തീരുകയാണ്. ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കുവാനായുള്ള വിളി അതാകുന്നു സഭയ്ക്കുള്ളത്. സ്നാനപ്പെടുമ്പോഴാകുന്നു നാം സഭയോട്, കർത്താവിനോട് നാം ചേരുന്നത് എന്ന് നാം മനസ്സിലാക്കാൻ. പഴയ നിയമ സംഭവവുമായി ബന്ധപ്പെടുത്തി സ്നാനത്തെക്കുറിച്ചുള്ള പല സൂചനകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം വായിച്ച പഴയ നിയമ പാഠഭാഗത്ത് നാം വായിക്കുന്നത്, നോഹയോട് ഒപ്പം പെട്ടകത്തിൽ കടന്ന മൃഗങ്ങളും മനുഷ്യരും മാത്രം രക്ഷപ്പെട്ടു, മറ്റുള്ളതെല്ലാം ചത്തൊടുങ്ങി എന്ന് നാം വായിക്കുക. അപ്പോൾ അവിടെ ജലം തൊടാതെ തന്നെ അതൊരു സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയായിട്ട് നാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. മറ്റൊരു സംഭവം സംഖ്യാപുസ്തകത്തിൽ പറയുന്ന ചെങ്കടൽ കടന്നതായിട്ടൊരു അനുഭവമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അനേകർ വെള്ളത്തിലൂടെ കടന്നു, മോശയോട് ചേർന്നു, സമുദ്രത്തിൽ ഇറങ്ങി സ്നാനമേറ്റു, എന്നാൽ അവരും ദൈവം പ്രസാദിച്ചില്ല, അവരൊക്കെയും നശിച്ചുപോയി എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പം വെള്ളം തൊടാതെ തന്നെ അതൊരു സ്നാനത്തിന് മുൻകുറി എന്ന് പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നോഹയും കുടുംബവും പെട്ടകത്തിൽ കൂടി ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ സ്നാനത്തിന്റെ മുൻകുറിയായിട്ട് നാം വായിക്കാം. വെള്ളം തൊടുന്നില്ല അവര് സ്നാനം എന്ന് പറയുമ്പോൾ. എന്നാൽ അവിടെ ഒരു വലിയ വിടുതലിന്റെ പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധീകരണത്തിന്റെ പശ്ചാത്തലത്തിലാകുന്നു നാം സ്നാനത്തെ മനസ്സിലാക്കുന്നത്. നോഹയോടൊപ്പം പെട്ടകത്തിൽ കടന്നു, ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു എന്ന് നാം വായിക്കുക. അതുകൊണ്ട് നോഹയുടെ ഈ സംഭവ അനുഭവമായിരുന്നാലും, മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലിലൂടെയുള്ള യാത്രയായിരുന്നാലും, അവിടെ ശുദ്ധീകരണത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവം ആണ് കാണാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഒരു ചിന്ത കൂടെ. ബാപ്റ്റിസം എ കോൾ ഫോർ സെൽഫ് എംപ്റ്റിയിങ്. സ്വയം നഷ്ടപ്പെടുത്തുന്നതിനുള്ളൊരു വിളിയാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്.
സ്വയം ഇല്ലാതെയായി പോകുന്ന ഒരു മെഴുകുതിരി പോലെ പ്രകാശിച്ച് ഇല്ലാതെ പോകുന്ന ഒരു അനുഭവമാണ് സ്നാനത്തിൻ്റെതായിട്ടുള്ള ഒരർത്ഥം. അതാണ് ഗോതമ്പ് മണി നിലത്ത് വീണത് അഴുകി പോകുന്നതിനെ കുറിച്ച്, അതില്ലാതെയായി പോകുന്നതിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് ജീവനെ നൽകുവാനായിട്ട്, ഈ ലോകത്തിന് സമൃദ്ധമായ ജീവനെ നൽകുവാൻ യേശു മരിച്ചു, തൻ്റെ ജീവനെ നൽകി. യേശു തൻ്റെ ജീവനെ നൽകിയത് കൊണ്ട് ഈ ലോകത്തിന് നിത്യജീവന്റെ അനുഭവം ഉണ്ടായി എന്ന് നാം വായിക്കാം. നമുക്ക് ആ ഒരു വിളിയാണ് സ്നാനത്തിലൂടെ ഉള്ളത് എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കണമേ. അതുകൊണ്ട് ഈ മരണത്തിന്റെ കാലൊച്ച കേൾക്കുമ്പോൾ നാം ഓർക്കേണ്ടത് അത് ജീവന്റെ സമൃദ്ധിയിലേക്ക് ഉള്ള ഒരു വിളിയായി സ്നാനത്തെ, ക്രിസ്തീയ സ്നാനത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ മരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടി നിത്യജീവനായി ഉയർപ്പിക്കപ്പെടുമെന്നുള്ള അതിൻ്റെ അടയാളവും നാന്ദിയുമാകുന്നു ക്രിസ്തീയ സ്നാനം എന്ന് നാം ഓർക്കുന്നു. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ നാം സ്നാനത്തെ കാണുമ്പോൾ അതിൻ്റെ രീതിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രസക്തമാകുന്നില്ല എന്ന് നാം ഓർക്കണം. അതിലെ അർത്ഥമാണ് വലുത്, അതാകുന്നു നാം സ്വീകരിക്കേണ്ടത് എന്ന് നാം ഓർക്കുന്നു. ഈ വചനം നമുക്ക് അനുഗ്രഹവും ഉപകാരവുമായി തീരട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, തിരുസ്നാനത്തിലൂടെ കർത്താവെ ഞങ്ങൾ അവിടുത്തെ തിരുശരീരത്തിൻ്റെ അവയവങ്ങളാക്കി ഞങ്ങളെ തീർത്തിരിക്കുന്നുവല്ലോ. എന്തിനാകുന്നു കർത്താവെ അത് സ്വീകരിച്ചത് ഞങ്ങൾ എന്ന് ഓർക്കുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിനുള്ള ദൈവമേ, ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കുവാൻ, ക്രിസ്തുവിനോടൊപ്പം മരിക്കുവാൻ ഞങ്ങളെ വിളിച്ചല്ലോ. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കപ്പെടുവാനായിട്ട് സാധിക്കുമല്ലോ കർത്താവെ. ഈ മരണത്തിൻ്റെ ദൈവമേ അനുഭവങ്ങൾ നടക്കുന്നതായ ദൈവമേ സാഹചര്യങ്ങളിലും കർത്താവെ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും കൂടുതൽ മനസ്സിലാക്കുവാനും ഓർക്കുവാനും അതിനനുസരണമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപിടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. ക്രിസ്തു ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ള അവയവങ്ങളാകുന്ന സകല വിശ്വാസ കർത്താവെ സമൂഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണം. സമൂഹത്തിന് നല്ല സാക്ഷ്യം കൊടുക്കുവാൻ, നല്ല സേവനം ചെയ്യുവാൻ എല്ലാം ദൈവമേ അവിടെ സഹായിക്കണം. മാനവും മഹത്വത്തോടെ എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. നമുക്ക് അപ്പസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു, പന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിനും പാപമോചനത്തിനും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിനും നിത്യമായ ജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. പൊതുവായ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനയെ തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. അത്യധികമായി നീ അടികളെ സ്നേഹിക്കുന്ന കർത്താവേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന മധ്യസ്ഥ അണയ്ക്കേണ്ടുന്ന എല്ലാ വിഷയങ്ങളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ കൊണ്ടുവരുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിരിക്കുന്നവർ, രോഗികളായി കഴിയുന്നവർ, ചികിത്സയിലൂടെ കടന്നു പോകുന്നവർ, കർത്താവെ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, കർത്താവ് എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൂരദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതിന് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങളൊക്കെ നഷ്ടമായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളെ സഹായിക്കണമേ. കർത്താവെ, ദൂരദേശങ്ങളിലൊക്കെ പാർക്കുന്ന ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയുടെ ചുമതലക്കാരെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ സംഘടനകളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന മക്കളെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. പ്രത്യേകമായിട്ട് ദൈവമായ ചികിത്സയിലൂടെ കടന്നു പോകുന്ന ക്ഷണരായിരിക്കുന്ന കർത്താവെ ജോർജ് വർക്കി സാറിന് വേണ്ടിയും കർത്താവെ ഞങ്ങൾ PC ജോൺ സാറിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് വേണ്ടുന്ന ആശ്വാസവും വിടുതലും കർത്താവ് നൽകണമേ. ആരോഗ്യത്തിലേക്കും സൗഖ്യത്തിലേക്കും മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ മക്കളെ നീ ഒരുക്കണമേ. കർത്താവെ, ആരെല്ലാം ഏതെല്ലാം പ്രയാസങ്ങളിലും വിഷമതകളിലും ശാരീരിക അസ്വസ്ഥതകളിലൊക്കെ ആയിരിക്കുന്നു, നിന്റെ മക്കളെ നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവയെ ഓർക്കുന്നു. മഹായിടവ അധ്യക്ഷനെ കുടുംബമായ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാ പട്ടക്കാരെയും സമാജ ശുശ്രൂഷ
സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പെട്ടത ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നതായിട്ടുള്ള മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് ഭയങ്കരമായിട്ടുള്ള ഈ ബാധ നിലനിൽക്കുന്നല്ലോ, അത് അതിവേഗം മാറിപ്പോകുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് ഇല്ലാതെയായി പോകട്ടെ, അതിന് ശക്തി കെട്ടുപോകട്ടെ. ദൈവനാമത്തിൽ കർത്താവെ, സൗഖ്യവും സമാധാനവും ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ലോകത്താകമാനം ഉണ്ടാകട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം നൽകിയത് ഓർത്ത് സ്തോത്രം. കർത്താവെ, ആരെല്ലാം ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കിയിരിക്കുന്നു, ആരെല്ലാം കർത്താവെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം, ആരും മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്ന് കേൾക്കണമേ. ആമേൻ. ഈ സമയത്ത് നമുക്ക് 328 ഗീതത്തിൽ നിന്ന് പാടുന്ന സമയത്ത് നമ്മുടെ സ്തോത്ര കാഴ്ചകളെ മാറ്റി വയ്ക്കാവുന്നതാണ്. ഗീതം 328. പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി, അവിടുത്തെ സഭയുടെ കെട്ടുപണിക്കായി, അവിടുത്തെ രാജ്യത്തിൻ്റെ വർധനവിനായി കർത്താവേ, നിന്റെ മക്കൾക്ക് നൽകിയിട്ടുള്ള നന്മയിൽ നിന്നൊരു ഓഹരി വേർതിരിക്കപ്പെട്ടിരിക്കുന്നല്ലോ. കർത്താവിനെ അനുഗ്രഹിച്ച് വാഴ്ത്തേണമേ. കർത്താവിലേക്ക് നീട്ടപ്പെട്ട എല്ലാ കരങ്ങളെയും സ്വർഗത്തിലെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ഇതിലും ഉചിതമായി നിന്നെ ആരാധിപ്പാനും ഇതിലും ഉത്തമമായി നിനക്ക് വേണ്ടി നൽകുവാനും നിന്റെ ജനത്തെ നീ ഒരുക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. മാനവും മഹത്വം എടുക്കണം. പുതിയ ആഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഞങ്ങളുടെ മേലെ പകരണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുത്തരുതേ. ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പ്രവർത്തിക്കുള്ളതാകുന്നു. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും സഹവാസവും കാണും. നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആരാധനയൊടുവിലായി 253 കീർത്തനത്തിൽ നിന്ന് പാടാം. കീർത്തനം 253.
കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവോടുകൂടെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.